ഹായ് ഫ്രണ്ട്സ്, ഞാനിന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു പനീർ ചില്ലയാണ്. അതിന് വേണ്ട സാധനങ്ങൾ: 50 ഗ്രാം പനീർ, അര കപ്പ് കടലപ്പൊടി, ഒരു ക്യാരറ്റ് അരിഞ്ഞത്, ഒരു പിടി പാലക് ചീര അരിഞ്ഞത്, പിന്നെ ഒരു സബോള അരിഞ്ഞത്, 4 പച്ചമുളക് അരിഞ്ഞത്, റെഡ് ക്യാപ്സിക്കവും ഗ്രീൻ ക്യാപ്സിക്കവും ഓരോന്ന് വീതം, പിന്നെ 2 ടീസ്പൂൺ സൂജി എന്ന് വെച്ചാൽ റവ, കുറച്ച് മല്ലിയുടെ ഇല, പിന്നെ ഞാൻ അര ടീസ്പൂൺ മുളക് പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും ഇടുന്നുണ്ട്. ഇനി ഇതെല്ലാനും കൂടി നമ്മൾ മിക്സ് ചെയ്ത് ഓരോരോ ഐറ്റമായിട്ട് ഇടുക ഇതിലേക്ക്. എന്നിട്ട് എല്ലാനും കൈകൊണ്ട് നന്നായി ഞെരടി ആവശ്യത്തിന് ഉപ്പും കുറച്ച് ഞാൻ ജീരകത്തിൻ്റെ പൊടിയും ഇതിലിടുന്നുണ്ട് കേട്ടോ. അത് നേരത്തെ നിങ്ങളോട് പറയാൻ വേണ്ടി മറന്നുപോയി. പിന്നെ നമുക്ക് ഗരം മസാല ഇടണമെങ്കിൽ ഗരം മസാല ഇടാം. ഞാനിപ്പോൾ ഇതിൽ ഗരം മസാല ഇട്ടിട്ടില്ല. പിന്നെ സ്പ്രിംഗ് ഒണിയൻ ഇടണമെങ്കിൽ സ്പ്രിംഗ് ഒണിയൻ ഇടാം. അത് രണ്ടും ഞാൻ ഇട്ടിട്ടില്ല കേട്ടോ. അപ്പോൾ ഇതെല്ലാനും കൂടി നന്നായി കൈകൊണ്ട് മിക്സ് ചെയ്യണം. ആവശ്യത്തിന് വെള്ളം ഒഴിക്കണം. വെള്ളം നമ്മൾ ഒരു കുറച്ച് ഒഴിച്ച് നമ്മൾ ഞെരടി ഇങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ ഇട്ട് നോക്കുക. അപ്പോൾ അതിൻ്റെ കറക്റ്റ് കൺസിസ്റ്റൻസിയിൽ വരും. ഞാനത് കാണിച്ചു തരുന്നത് കണ്ട. ഞാൻ ഇപ്പോൾ ഈ വെള്ളം ഒഴിച്ചു. ഞാൻ കൈ കൊണ്ട് നന്നായി ഞെരടുന്ന കണ്ട. നല്ലോണം കുഴച്ച് നമുക്ക് അപ്പോൾ അതിൻ്റെ കൺസിസ്റ്റൻസിയിലേക്ക് വരുന്നതേ. ഇതാണ് അതിൻ്റെ കൺസിസ്റ്റൻസി. അത് കഴിഞ്ഞിട്ട് ഞാൻ അവിടെ ഒരു തവ വെച്ചിട്ടുണ്ട്. ഇതിൽ എക്സ്ട്രാ വെർജിൻ ഓയിലാണ് ഞാൻ ഉപയോഗിക്കുന്നത്, ഒലിവ് ഓയിൽ കേട്ടോ. അപ്പോൾ അതേ തവ ചൂടാക്കി ഞാൻ ബ്രഷിക്ക് നന്നായി പുരട്ടി ഇപ്പോൾ ഒരു കയ്യിലേക്ക് ഞാൻ ഇതേപോലെയാണ് പരത്തി കൊടുക്കണത് കേട്ടോ. അത് നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. ഇതുപോലെ നന്നായി പരത്തി കഴിഞ്ഞിട്ട് അത് അടച്ച് വെച്ചിട്ട് നമ്മൾ ചെറിയ തീയിലിട്ട് വേവിക്കണം. ഇത് നല്ലൊരു ഹെൽത്തി ഡിഷാണ് കേട്ടോ. വെയിറ്റ് ലോസൊക്കെ ചെയ്യാൻ പറ്റുന്നവർക്ക് കഴിക്കാൻ പറ്റുന്ന ഡിഷാണ്. ഞാനിത് കഴിക്കാറുണ്ട്. ഞാനിത് കഴിക്കുന്നത് ഡിന്നറിലാണ് ഞാനിത് കഴിക്കാറ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം. നിങ്ങളൊക്കെ എൻ്റെ വീഡിയോ കാണാറില്ലേ? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റിൽ പറയണം. ഞാൻ ഈ കുറച്ച് നോർത്ത് ഇന്ത്യ ഐറ്റംസൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ കഴിക്കും. അപ്പോൾ ഞാനിത് ഉണ്ടാക്കി ഞാനിനി മല്ലിയുടെ ചട്നി കൂട്ടിയിട്ടാണ് ഇത് കഴിക്കുന്നത്. അപ്പോൾ നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. സ്റ്റേ ഹാപ്പി ആൻഡ് ഹെൽത്തി. എല്ലാവരും സബ്സ്ക്രൈബ്